ഭീകരരുടെ വീടുകൾ ഇതിനകം തകർത്തിരിക്കുന്നു. കശ്മീർ സ്വദേശികളായ 2 ഭീകരരുടെ വീടുകളാണ് സൈന്യം സ്ഫോടനത്തിൽ തകർത്തത്. അതേസമയം ഭീകരർ 2 വർഷം മുമ്പാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്ന വിവരം പുറത്തുവരികയാണ്. വനമേഖലയിലുടനീളം തിരച്ചിൽ ഇപ്പോൾ തുടരുന്നു. പക്ഷെ നമ്മൾ ഉള്ളത് ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ഭീകരന്റെ വസതി കഴിഞ്ഞ ദിവസം രാത്രി സുരക്ഷാ സേന തകർത്തിരുന്നു. ആദിൽ ഹുസൈൻ തോക്കർ ഇയാൾ 2018 പാകിസ്ഥാനിൽ പോയി ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരിശീലനം നേടിയ ആളാണ് എന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ ഭീകരന്റെ വീട് ഉള്ളത് അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബിഹാൻ എന്ന സ്ഥലത്താണ്. ആ വീടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തകർത്തിരിക്കുന്നത്. ചില പ്രദേശവാസികൾ കൂടി ഇവിടെയുണ്ട്. ജി ക്യാ ഹുവാ? जी सर, मेरा नाम गाजी मंजूर है। मैं एक सोशल वर्कर भी हूँ, पड़ोसी भी हूँ इनका। रात के 8 बजे सिक्योरिटी फोर्सेस आए और हमें बोला गया कि आप अपने मकानों से बाहर निकलो, 100 मीटर की दूरी पे चले जाओ। तो उसके बाद लगभग 12:30 बजे के करीब एक ज़ोरदार धमाका हुआ। तो सुबह जब हमने देखा तो ये मकान ज़मीन बोस हुआ था। ये जो मकान है ये आदिल मतलब उनके दादा का था, आदिल ठुकर के दादा का था, फिर उनके बाप का था। तो फिर मतलब आदिल ठुकर ने इस मकान में जन्म लिया है। बाकी हमें उसका कोई अता पता नहीं है कि वो है भी जिंदा है या मरा है, तो उसके कोई इल्मियत नहीं है। एक्सप्लोसिव था इधर? सर ये हमें पता नहीं था, लेकिन धमाका हुआ है। एक्सप्लोसिव नहीं था, वो तो सिक्योरिटी फोर्सेस ही बता सकती है कि क्या था, लेकिन धमाका हुआ था। ഈ വീട്ടുകാരെ അവിടെ നിന്ന് എപ്പോഴാണ് ഒഴിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കാമോ നോബിൾ? ठोकर का नाम आया था इसमें, मतलब ठोकर का नाम आया था, लेकिन उसके बाद ही तो ये जो कार्रवाई हुई है, उसके बाद ही जो कार्रवाई हुई है, जो सिक्योरिटी फोर्स को ठीक लगा तो उन्होंने ठीक किया है। जो सिक्योरिटी फर्म तो एजेंसी के ऊपर हमें भरोसा है, वो जो कह रहे हैं वो ठीक ही कह रहे हैं, लेकिन यहाँ के नागरिक को किसी को पता नहीं आदिल ठुकर जिंदा है कि मरा है। ये किसी ने उनको अभी तक नहीं देखा है। ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ സേന പുറത്തുവിട്ട 3 പേരുകളിൽ ഒന്ന് ആദിൽ ഹുസൈൻ തോക്കറുടേതാണ്. ഇയാൾ ജമ്മുകാശ്മീർ സ്വദേശിയാണ്, ഈ അനന്ത്നാഗ് സ്വദേശിയാണ്. ഇയാൾ നേരത്തെ 2018 ജമ്മുകാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ഭീകരവാദത്തിന് വേണ്ട ട്രെയിനിങ് നേടിയ ശേഷം തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഈ സംഭവം ഉണ്ടാകുമ്പോൾ, അതായത് ഈ പഹൽഗാമിൽ ബൈസറിൽ ആക്രമണം നടക്കുമ്പോൾ ഇവർക്ക് വേണ്ട ഭീകരവാദത്തിന് വേണ്ട ഗൈഡായാണ് ഇയാൾ പ്രവർത്തിച്ചതെന്നാണ് നേരത്തെ തന്നെ സുരക്ഷാ സേന വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ പ്രദേശവാസി വ്യക്തമാക്കുന്നത് ഇന്നലെ 6 മണി കഴിഞ്ഞപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുകയുണ്ടായി. അത് എത്തിയതിനു ശേഷം, അതായത് ഈ ആദിൽ ഹുസൈൻ തോക്കറുടെ പിതാവ് നിർമ്മിച്ച വീടാണ്, ബന്ധുക്കളൊക്കെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ആ ബന്ധുക്കളോട് എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം സുരക്ഷാ സേന നൽകി. അവർ പോയതിനു ശേഷം രാത്രി ഒരു 12 മണിയോടുകൂടി തന്നെ ഈ വീട് ഇത്തരത്തിൽ തകർക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഭീകരവാദത്തിന് എതിരാണ് ഈ നാട്ടുകാർ എന്നാണ് ഇപ്പോൾ സംസാരിച്ച ഈ പ്രദേശവാസി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ആക്രമണം, പ്രത്യേകിച്ച് ഈ പഹൽഗാമിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ആ ആക്രമണത്തെ അപലപിക്കുക, അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് കൃത്യമായ ശിക്ഷ നൽകണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ ഗ്രാമവാസികൾ. പക്ഷേ അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവിടെ നിന്ന് നേരത്തെ സുരക്ഷാ സേന വ്യക്തമാക്കിയത് ഈ പരിശോധനകളിൽ സ്ഫോടക വസ്തുക്കളടക്കം വീടുകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ സ്ഫോടക വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടുകൾ തകർത്ത് 2 വീടുകൾ തകർത്തത്. പ്രധാനമായും ഒന്ന് ഇവിടെ അനന്ത്നാഗിൽ ബിജ്ബിഹാനിലും മറ്റൊന്ന് പുൽവാമയിലെ ത്രാൻ എന്ന സ്ഥലത്തുമാണ്. ത്രാനിൽ ഉണ്ടായത് ആസിഫ് ഷെയ്ഖ് എന്ന ഭീകരന്റെ വീടാണ്. ആ വീടും തകർത്തത് 2 വീടുകൾ ഈ സുരക്ഷാ സേന കഴിഞ്ഞ രാത്രി തകർത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഈ അനന്ത്നാഗിലെ ബിജ്ബിഹാനിൽ ഉള്ള വീടിൻ്റെ അടുത്താണ്, അത് വീടിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവർ വലിയ രീതിയിൽ തന്നെ കരയുന്നതടക്കം കാണാൻ കഴിയും. അത്തരത്തിൽ ഉള്ള വലിയ അത്തരത്തിൽ അവർക്ക് ഈ വീട് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഈ തോക്കർ ഈ വസതിയിൽ താമസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തോക്കർ ജന്മം കൊടുത്ത വീട് മാത്രമാണ് ഇതെന്നാണ്. അയാൾ എവിടെയാണെന്നതിനെക്കുറിച്ച് ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പരിസരവാസികൾക്കോ ഒന്നും യാതൊരു വിവരവും ഇല്ല എന്നാണ് ഭീകരന്റെ വീടിന് മുന്നിലാണ് ഇയാളുടെ വീട്. അതായത് 26 പേരെ കൊലപ്പെടുത്തിയ ഭീകര സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിന് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വീട് ഇപ്പോൾ സൈന്യം തകർത്തതിന്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രിയാണ് ആ അറ്റാക്ക് ഉണ്ടായത്. ഈ പ്രദേശവാസി, അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകരാണ് അല്പം മുമ്പ് നോബിളിനോട് പ്രതികരിച്ചത്. അയാളുടെ കുടുംബം കാലങ്ങളായി കഴിഞ്ഞിരുന്ന വീടാണ്. പക്ഷേ ഈ പറയുന്ന ഭീകരൻ ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പരിശീലനത്തെറ്റോ മറ്റോ പോയതാണ്. അയാളെ കണ്ടിട്ടേയില്ല കുറേ കാലം. അയാൾ ജീവനോടെയുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യമൊന്നും തങ്ങൾക്കറിയില്ല എന്നാണ് പ്രദേശവാസി പ്രതികരിച്ചത്. ഏതായാലും ആ വീട് രാത്രി 8 മണിയോടുകൂടി തന്നെ സൈന്യം അവിടെ എത്തുകയും അയൽവാസികളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം 10 മണിക്ക് ശേഷമാണ് ഈ
ഈ വീട് സ്ഫോടനത്തിൽ സൈന്യം തകർത്തിരിക്കുന്നത്. അതിനകത്തും സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇതിനകം പുറത്തു വരികയാണ്. ഭീകരന്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ അതിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 2 ഭീകരരുടെ വീടുകളാണ് സൈന്യം ഈ തരത്തിൽ സ്ഫോടനത്തിലൂടെ തകർത്തിരിക്കുന്നത്. ഒന്ന് ത്രാലിലാണ്. രണ്ട് വർഷം മുമ്പ് നുഴഞ്ഞു കയറിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള വിവരവും ഇതിനകം പുറത്തുവരികയാണ്. വനമേഖലയിൽ പീർപഞ്ചിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരച്ചിൽ തുടരുന്നു. അവിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണിപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് നടക്കുന്നു എന്നുള്ള വിവരം ഇതിനകം പുറത്തുവരുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം വരികയാണ്. ഖ്വാജ ആസിഫിന്റെ പ്രതികരണം: ലഷ്കർ-ഇ-തയ്യിബ എന്നൊരു സംഘടന പാകിസ്ഥാനിലില്ല എന്നും ഇന്ത്യ ഒരിക്കലും ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ലെന്നും സ്വന്തം നേട്ടത്തിനായി അവർ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുമുള്ളതാണ് വാദം. പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-തയ്യിബ എന്നൊരു സംഘടന നിലവിലില്ല എന്നൊരു പ്രതികരണമാണ് പാക് പ്രതിരോധ മന്ത്രി നൽകുന്നത്. NIA ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നൊരു പുതിയ വിവരം കൂടി പങ്കുവയ്ക്കുകയാണ്. അഡീഷണൽ SP നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തും. ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുകയാണ്. 200 പേരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. പെഹൽഗാം ആക്രമണത്തിൽ ഈ ഭീകരർക്ക് എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചു എന്നതിൻ്റെ പരിശോധനയിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. ആ സഹായം ലഭിച്ചവരെയും സഹായം നൽകിയവരെയും വെറുതെ വിടില്ല എന്നുള്ള പ്രതികരണം ഇന്നലെ പ്രധാനമന്ത്രി നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ 200 പേരെ സംശയിക്കുന്ന 200 പേരെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അവരെ ആദ്യം ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. NIA പ്രത്യേക അന്വേഷണ സംഘം, അഡീഷണൽ SP നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.